എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് അവനും ബീറ്ററും ഒന്നും ഇല്ലാതെ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടിരിക്കുന്ന കപ്പ് കേക്കിൻ്റെ റെസിപ്പി കാണാം. വളരെ എളുപ്പത്തിൽ ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള കപ്പ് കേക്കാണിത്. ഈ കപ്പ് കേക്ക് നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പോട്ട് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ അല്പം ഉപ്പ് ഇട്ടിട്ട് ഒരു സ്റ്റീൽ പ്ലേറ്റ് ഇങ്ങനെ കമുത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാവാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി അവനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് കപ്പ് കേക്കിലേക്ക് വേണ്ട പൊടികൾ അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബേക്കിംഗ് ഷീറ്റ് ഞാൻ ഇവിടെ ലൈൻ ചെയ്തിട്ടിട്ടുണ്ട്. അതിലേക്ക് 250 ml മെഷറിംഗ് കപ്പിൽ 1.5 കപ്പ് മൈദയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഷറിംഗ് കപ്പ് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. പക്ഷേ ബാക്കി വരുന്ന എല്ലാ അളവുകളും അതിൻ്റെ കപ്പുകളിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ചേർത്തിരിക്കുന്ന ബേക്കിംഗ് പൗഡർ പൊടിയുടെ എല്ലാ ഭാഗത്താവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കാം. 1-2 വട്ടം അരിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. ഇതിപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മൾ ഈ കപ്പ് കേക്ക് മിക്സിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട പൊട്ടിച്ചൊഴിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1 കപ്പ് പഞ്ചസാര മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നത് വരെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ആ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എസൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി 2 ഡ്രോപ്സ് യെല്ലോ കളറാണ്, ഫുഡ് കളറാണ് ഞാൻ ചേർക്കുന്നത്. ഇത് പക്ക ഓപ്ഷണലാണ് കേട്ടോ. ഇത് യാതൊരു നിർബന്ധമില്ല ചേർക്കണമെന്ന്. ഇനി ഇത് അടച്ചിട്ട് 1 മിനിറ്റ് നിർത്താതെ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ മുട്ടയും പഞ്ചസാരയും എസൻസും ഒക്കെ ചേർന്ന് നല്ല ക്രീമി ആയിട്ട് ബാറ്റർ കിട്ടിയിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ച് ഒരു ഹൈ സ്പീഡിൽ 5 മിനിറ്റ് മിക്സ് ചെയ്തെടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഉരുക്കിയ ബട്ടർ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. ഇത് ഇനി ഒരു സ്പാച്ചിൽ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പയ്യെ വേണോട്ടോ മിക്സ് ചെയ്തെടുക്കാൻ. ഞാനിത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്പീഡ് കൂട്ടിയിട്ടെന്നുള്ളൂ. ഇപ്പോൾ ഇത് കണ്ടാൽ പിരിഞ്ഞതുപോലെ ഇരിക്കും, പക്ഷെ അത് കുഴപ്പമില്ല. നമ്മളത് മിക്സ് ചെയ്ത് വരുമ്പോൾ അത് ശരിയായിട്ട് വരും. ഓയിലും കൂടെ മിക്സിയിലിട്ട് അടിച്ചെടുക്കരുത്, അപ്പോൾ മുട്ടയൊന്നും പതഞ്ഞ് കിട്ടാൻ ഇച്ചിരി പാടായിരിക്കും. ഇതിപ്പോൾ രണ്ടും നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരുന്ന പൊടിയില്ലേ, അത് ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊരു 3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ഈ സ്പാച്ചിൽ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്യുമ്പോൾ പൊടി കട്ട പിടിച്ച് കിടക്കാതെ നല്ല സ്മൂത്ത് ബാറ്ററായിട്ട് കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബാച്ച് പൊടി ചേർത്ത് കൊടുക്കാം. ഇതും അതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കാം. ഇത് ബീറ്റർ വെച്ച് മിക്സ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ബീറ്റർ വെച്ച് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കപ്പ് കേക്ക് ഭയങ്കരമായിട്ട് ഹാർഡായി പോകും. ഇനി ഇതിലേക്ക് അടുത്ത ബാച്ച് പൊടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള 1/2 കപ്പ് പാല് കുറേശ്ശെയായിട്ട് ഇതിൽ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. പാല് ചേർത്ത് കഴിയുമ്പോൾ പൊടി കുറച്ചൊക്കെ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ 2-3 മിനിറ്റ് ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ ആ കട്ട പിടിക്കലൊക്കെ അങ്ങ് മാറിക്കോളും. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് 1 ടേബിൾ സ്പൂൺ പ്ലെയിൻ യോഗർട്ട് ചേർത്ത് കൊടുക്കാം. യോഗർട്ട് ചേർക്കുമ്പോഴും തണുപ്പില്ലാത്തത് വേണം ചേർക്കാനായിട്ട് കേട്ടോ. യോഗർട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇപ്പോൾ കപ്പ് കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. കപ്പ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കപ്പ് കേക്കിൻ്റെ ട്രേയും അതിനകത്തേക്ക് കുറച്ച് ലൈനറും വെച്ചിട്ടുണ്ട്. ഇനി കപ്പ് കേക്കിൻ്റെ ട്രേ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ചെറിയ ടീ കപ്പുകൾ ഉണ്ടാവുമല്ലോ, അതിലേക്ക് ഒഴിച്ച് വെച്ചാലും മതി. കപ്പ് കേക്ക് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് അതിലും കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ഡിസ്പോസിബിൾ പേപ്പർ കപ്പുകളില്ലേ, അതിലേക്ക് ഒഴിച്ച് വെച്ചാലും മതി. ഇനി ഈ ബാറ്റർ ആ ലൈനറിൻ്റെ അരഭാഗം വീതം വെച്ച് എല്ലാത്തിലേക്കും ഒഴിച്ചു കൊടുക്കാം. വലിയ ലൈനറും ട്രേയും ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ബാറ്റർ വെച്ച് ഇതിൽ 12 എണ്ണം നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ചെറിയ ലൈനറാണെങ്കിൽ 18 എണ്ണം വരെ ഉണ്ടാക്കാനായിട്ട് പറ്റും. നേരത്തെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്ന പോട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കപ്പ് കേക്കിൻ്റെ ട്രേ ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 20 മുതൽ 25 മിനിറ്റ് വരെ ബേക്ക് ചെയ്യാനായിട്ട് അടച്ചു വയ്ക്കാം. ഇനി നിങ്ങൾ അവനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 140 ഡിഗ്രി സെൽഷ്യസിൽ 15 മുതൽ 20 മിനിറ്റ് വരെ വെച്ചാൽ മതിയോ. ഇപ്പോൾ ഏകദേശം ഒരു 25 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ കപ്പ് കേക്ക് നന്നായിട്ട് പൊന്തി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു സ്ക്യൂവറോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ ഉപയോഗിച്ച് അതിൻ്റെ ഉള്ളു വെന്തിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഉള്ളു നന്നായിട്ട് വെന്തിട്ടുണ്ട്. സ്ക്യൂവർ നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കപ്പ് കേക്ക് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പുറത്തേക്ക് എടുത്ത് മാറ്റാം. ഇതിൻ്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കാം. ബാക്കിയുള്ള പാറ്റേൺ ലൈനറിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അതിവിടെ കറക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 12 കപ്പ് കേക്കുകളും ഇവിടെ മുകൾ ഭാഗമൊന്നും പൊട്ടിപ്പോകാതെ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ മാറി നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം കേട്ടോ കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ കപ്പ് കേക്ക് ഫ്രോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും നന്നായിട്ട് തണുത്തതിന് ശേഷമേ ചെയ്യാവുള്ളൂ. ഞാനിവിടെ ഒരു കപ്പ് കേക്ക് ഇങ്ങനെ തുറന്ന് കാണിക്കാം. അവനിൽ വെച്ചില്ലെങ്കിലും നല്ല കറക്റ്റ് ടെക്സ്ചറിലും ഷേപ്പിലും നമുക്ക് ഈ കപ്പ് കേക്ക് കിട്ടിയിട്ടുണ്ട്. ഉൾഭാഗം നന്നായിട്ട് കുക്കായിട്ട് സ്പഞ്ച് കേക്കിൻ്റെ ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവനും ബീറ്ററും ഒന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു കപ്പ് കേക്കാണിത്. അതുപോലെ തന്നെ കുട്ടികളുടെയൊക്കെ പ്രിയപ്പെട്ട ഈ കപ്പ് കേക്ക് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.